അഡ്വക്കേറ്റ് ടി അശോക് കുമാർ 1115 വോട്ടിന് വിജയിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മാഹിയിൽ മുന്നണികൾ കാഴ്ചവെച്ചത്. മാഹി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ടി അശോക് കുമാർ വൻ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കി. അന്തിമ ഫലത്തിൽ 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അശോക് കുമാർ വിജയിച്ചത്. മണ്ഡലത്തിലെ 1 മുതൽ 31 വരെ ബൂത്തുകളിൽ നടന്ന വോട്ടെടുപ്പിൽ 4 റൗണ്ടുകളിലായാണ് എണ്ണൽ പൂർത്തിയായത്. ഫലപ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ മുന്നേറ്റമുറപ്പിച്ച അശോക് കുമാറിന് അനുകൂലമായി പ്രവർത്തകർ ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു. ആദ്യ റൗണ്ടിൽ തന്നെ മികച്ച ലീഡ് നേടിയ LDF മുന്നേറ്റം അവസാനത്തെയും നിലനിർത്തുകയായിരുന്നു. എന്നാൽ പോസ്റ്റൽ വോട്ടുകളിൽ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തായിരുന്നു. അന്തിമ കണക്കുകൾ പ്രകാരം LDF 8375 വോട്ട്, കോൺഗ്രസ് 7260 വോട്ട് 2ാം സ്ഥാനം, BJP 6969 വോട്ട് 3ാം സ്ഥാനം, IUML 800 വോട്ട് എന്നിങ്ങനെയാണ്. മത്സരത്തിൽ കോൺഗ്രസിൽ നിന്ന് മാറിയാണ് മുസ്ലിം ലീഗ് ഇത്തവണ രംഗത്തെത്തിയത് എന്നും ശ്രദ്ധേയമാണ്. വിജയത്തിന് പിന്നാലെ തലശ്ശേരി CPM സ്ഥാനാർത്ഥി കാരായി രാജൻ, ജില്ലാ സെക്രട്ടറി അംഗം M സുരേന്ദ്രൻ, തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, ഏരിയ സെക്രട്ടറി CK രമേശൻ എന്നിവർ മാഹിയിലെത്തി അശോക് കുമാറിനെ ഹാരമണിയിച്ച് അഭിനന്ദിച്ചു. മാഹിയിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ വിജയമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മുൻനിർത്തി മികച്ച മാറ്റത്തിനായി പ്രവർത്തിക്കുമെന്നും വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് അശോക് കുമാർ പറഞ്ഞു. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ മാഹിയിലെ ജനങ്ങൾ അംഗീകരിച്ചു. ആ അംഗീകാരത്തിലുള്ളൊരു വോട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി എനിക്ക് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ള അവസരങ്ങളിൽ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം മാഹിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. മാഹിയുടെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് പോണ്ടിച്ചേരിയിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പ്രദേശമാണ് മാഹി. അതിനൊരു മാറ്റം വരുത്താൻ എൻ്റെ ഈ വിജയം ഞാൻ ഉപയോഗിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.